That time when he went through his door, he had a cross on his shoulder. എന്നാൽ ഇന്നവരെ തോളിൽ നോക്ക്, ദാവീദിന്റെ താക്കോൽ അവന്റെ തോളിൽ ഇരിക്കുകയാണ്. And what is happening on his shoulder? He has the keys of David. അന്ന് അവൻ ഈ വാതിലൂടെ ഇറങ്ങി പോയപ്പോൾ അവന്റെ വലത് കൈ കോലായിരുന്നു. When he went that last 2000 years ago, he had a scepter in his hand. എന്നാൽ ഇന്നോ അവന്റെ വലം കൈയിൽ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ ഇരിക്കുകയാണ്. But today he has the keys of death and hell with him. അന്ന് അവന് വീതിയിലൂടെ ഏച്ചു വെച്ച് നടന്നു പോയെങ്കിൽ, And those days he cannot walk properly because of the cross on his shoulder. ഇന്നോ വസ്ത്രാലംകൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തെ നടന്നു വരുന്ന ഇവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. And today with his power is coming the king of David. ബലവാനായ യഹോവ. The one who is strong. വാതിലുകളെ തല ഉയർത്ത്. All doors opening up, your open up. 2000 വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന വാതിൽ അന്ന് തുറക്കപ്പെടാൻ പോകുകയാണ്. The door which is closed for 2000 years is going to open on that day. ഈ വചന വെളിച്ചത്തിൽ ദൂത ഇവിടെ നിൽക്കുന്ന ചെറുതായി ദൈവാത്മാവിനെ സംസാരിക്കാനുണ്ട്. The Lord wants to give a message to some people over here today. നാളുകളായി നിനക്കെതിരായി നിന്റെ തലമുറക്കെതിരായി ദൂതൻ വാതിലുകൾ അടച്ചു വച്ചിരിക്കുമ്പോൾ, And Satan has closed doors against a generation for so many years. മഹത്വത്തിന്റെ രാജാവിന്റെ കാലച്ചയുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. Some of the doors are going to open today when they hear the feet of Jesus coming up. മഹത്വത്തിന്റെ രാജാവിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കാൻ കഴിയുന്ന ഒരു വാതിലും ഇന്ന് അവശേഷിച്ചിട്ടില്ല. And there's no door that can be closed in front of Jesus Christ. കാലപ്പഴക്കം നമുക്ക് ആ വിഷയം. We feel that everything is old. ദൈവത്തിന് കാലപ്പഴക്കം വിഷയമല്ല. And for God nothing is old. നിന്റെ പഴകിയ രോഗബന്ധനങ്ങൾ അടിക്കുവാൻ യേശുവിന് കഴിയുമെന്ന്. And the sickness which is suffering for a long time, the Lord can heal from that. ചില വാതിലുകൾ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടാൻ The പോകുകയാണ്. Lord is going to open certain doors these days. കർത്താവ് ആ വാതിലൂടെ യെരൂശലേമിൽ And പ്രവേശിക്കും. the Lord came to Jerusalem through that door തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. to sit in the throne of his father David. അന്ന് ലോകം യേശുവിനെ വിളിക്കുന്ന വിളിയാണ് ദാവീദ് പുത്ര. And at that time the world call him son of David. ലോകം വിളിക്കുന്ന വിളിയാണ് ദാവീദ് പുത്ര. And the world will call him son of David. യേശുക്രിസ്തു നാലാമതായി അബ്രഹാമിന്റെ പുത്രനാണ്. And fourthly, he is the son of Abraham. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. Galatians chapter 3 and verse 16. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഇത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാം വാക്യമാണ്. This is Genesis chapter 22 and verse 18. മോദിയാ മലയിൽ വെച്ച അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ്. And this is the promise which the Lord gives Abraham at the Mount of Moriah. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. And because you don't hesitate to give your only son, I know that you fear the Lord. അതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. Because of that, because of through your seed, the world will be blessed. ആ വാക്യം പൗലോസ് എടുത്തുദ്ധരിച്ചിട്ട് പറയുന്നു, പണ്ട് മോറിയ മലയിൽ ദൈവം അബ്രഹാമിന് കൊടുത്തിയ വാഗ്ദത്തമുണ്ടല്ലോ. And quoting the same verse, Paul says the same promise the Lord gave to Abraham and Mount Moriah. നിന്റെ സന്തതി എന്ന് പറഞ്ഞ സന്തതി അത് ഇസാക്കുമല്ല, ആ സന്തതി ക്രിസ്തുവാണ്. And that's not your seed is not Isaac, but it is Christ. യേശു ക്രിസ്തു അബ്രഹാമിന്റെ പുത്രനാണ്. And Christ is the son of Abraham. അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ വാഗ്ദത്ത ദേശത്തിന് യേശു അവകാശിയാണ്. And because he's son of David, he has ownership of other places. അഞ്ചാമത് യേശു ക്രിസ്തു സ്വർഗ്ഗത്തിന്റെ പ്രിയപുത്രനാണ്. And lastly, fifthly, he is the beloved son of heaven. രണ്ട് പ്രാവശ്യമാണ് അതിമഹത്തായ തേജസ്സിൽ നിന്ന് ഈ സാക്ഷ്യം കർത്താവിനുണ്ടായത്. And 2 times he received this witness from God the Father. ഒന്ന് യേശുവിന്റെ സ്നാന സമയത്ത്. The first time is when he was baptized. മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. Matthew chapter 3 and verse 17 and verse 18. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനമേറ്റ യേശുവിന്റെ തലയ്ക്ക് മീതെ സ്വർഗ്ഗം തുറന്നു. And when Christ was baptized, heaven was opened over him. ഇത് യേശുവിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും സ്നാനപ്പെട്ടി അന്ന് നമ്മുടെ തലയ്ക്ക് മീതെ സ്വർഗ്ഗം തുറന്നതാണ്. And then when you are baptized, heaven was opened over our heads also. നമ്മുടെ ആക്ഷരിക കണ്ണുകൾ കൊണ്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. With our naked eyes we not see it. എന്തിന് സ്വർഗ്ഗം തുറക്കണം? Why should the heaven be open? ഇന്ന് ചിലതെങ്കിലും സ്നാനപ്പെട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പെറ്റു വളർത്തിയ മാതാവ്, ഊട്ടി വളർത്തിയ പിതാവ്, നീ എന്റെ മകനല്ല മകളല്ലെന്ന് പറഞ്ഞ വീടിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കും. And today when many of you get baptized, go back to your house, your parents may reject you. നിന്റെ പിതാവ് നിനക്കെതിരായി വാതിലടച്ചാൽ അവൻ അടയ്ക്കുന്നതിന് മുമ്പ് മകളെ മകളെ എന്റെ വീടിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുകയാണ് എന്ന പരമസത്യമാണ്.
Let me tell you the truth that when your parents close the doors for you after you get baptized, heaven opens the doors even before they close the doors for you. സ്നാനപ്പെട്ട യേശു സ്വർഗ്ഗത്തിന്റെ പ്രിയപുത്രനായി. And so Christ was baptized as the beloved Son of heaven. രണ്ടാമത് ഈ സാക്ഷ്യം കർത്താവിന് ലഭിക്കുന്നത് മലയാളമലയിലാണ്. And secondly, he receives testimony at the Mount of Transfiguration. മത്തായി സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. Matthew chapter 17 and verse 5. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന് ഇവനെ ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. മലയാളമലയിലെ അനുഭവം 3 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നു. In 3 Gospels we see the record of the incident of the Mount of Transfiguration. 3 വേദഭാഗങ്ങൾ ചേർത്ത് പഠിച്ചാൽ അവിടെ 4 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. And when you study all those 3 together, there are 4 experiences there. 1 യേശു പ്രാർത്ഥിച്ചു. Number 1, Jesus prayed. 2 യേശുവിന്റെ വസ്ത്രം വെണ്മയായി. And then his clothes became white. 3 മോശെയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. And 3rd, Elijah and Moses appeared. 4 കഷ്ടാനുഭവങ്ങളെ പറ്റി സംഭാഷിച്ചു. And then the Lord communicated. ഈ 4 കാര്യം കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗം വിളിച്ചു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. And after this 4 incidents, heaven says, this is my beloved son. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ സ്വർഗ്ഗത്തിന്റെ പ്രിയമക്കളാണ്. And those who pray, they're the beloved son of heaven. ജീവിത വസ്ത്രം വെണ്മയായി സൂക്ഷിക്കുന്നവർ സ്വർഗ്ഗത്തിന്റെ പ്രിയമക്കളാണ്. And those who keep their life holy, they are beloved children of God. ആഴമുള്ള വെളിപ്പാട് കാണുന്നവർ സ്വർഗ്ഗത്തിന്റെ പ്രിയമക്കളാണ്. And those who see his deep revelation, they are the children of God. അല്ല, യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ സ്വർഗ്ഗത്തിന്റെ പ്രിയമക്കളാണ്. When you suffer for the Lord Jesus Christ, you are the beloved child of God. ഇവിടെ ഇപ്പോൾ കനാന്യ സ്ത്രീ യേശുവിനെ വിളിച്ചത് കർത്താവേ ദാവീദ് പുത്ര. And here the Canaanite woman says, Jesus, son of David. വിളി തെറ്റല്ലെന്നാ ഞാൻ ഈ പറഞ്ഞത്. What I'm saying, what she called is not wrong. യേശു മിണ്ടുന്നില്ലല്ലോ. And Christ is not saying anything. വന്ന സമയം തെറ്റല്ല. The time she came is not wrong. യേശുവിനെ വിളിച്ച വിളി തെറ്റല്ല. She called Christ the right way. ഇനി 3 ഇവൾ യേശുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഏതോ തെറ്റുപറ്റിയോ? And thirdly, did she make any mistake in the prayer she prayed? അതുമല്ല അവിടെ. That's not the reason either. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറയുകയും ഒരു നിലവിളിയും കൂടിയാണ്. And she said, my daughter is severely possessed by a demon, and she cried loudly. കരഞ്ഞതല്ല തെറ്റെന്ന് നമുക്കറിയാം. And we know she cried, and that's not wrong either. ആരെല്ലാം യേശുവിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടോ അവൻ നിന്ന് കണ്ണീര് തുടച്ചിട്ടുണ്ട്. And whenever other people cried, he would stand by them and wipe the tears. കരഞ്ഞതും തെറ്റല്ല. And what she cried, and that's not wrong either. യേശു ഒന്നും മിണ്ടുന്നില്ല. But Christ did not say anything. ഇങ്ങനെ യേശു മൗനം ദീക്ഷിച്ച് നിൽക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, ഇവൻ കരഞ്ഞും കൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. And while Christ was silent, his disciples tell Jesus that this woman is crying and coming behind us. ഇവളെ ഒന്ന് പറഞ്ഞു വിടാം. And send her away. ഒന്നുകിൽ സൗഖ്യമാക്കാം, Either heal her, അല്ലെങ്കിൽ അല്ലാതെ other way. ഇവിടെ ഒന്ന് പറഞ്ഞു വിടാം. Just send her away. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നു യേശുവിനില്ലാത്ത മനസ്സലിവ് ശിഷ്യന്മാർക്കുണ്ടല്ലോ. And when we read the portion, we think that the disciples have more compassion than Jesus. ഈ നമ്മുടെ തോന്നല്. That's what we think too. ഇവിടെ ഒന്ന് പറഞ്ഞു വിടാം. And send her away. അതിന് യേശു കൊടുക്കുന്ന മറുപടി, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ ദൈവം പിതാവ് അയച്ചിട്ടില്ല. And the reply of Christ to the disciples is the cry, the Lord has sent me to the sheep of Israel which has been gone astray. എന്റെ പിതാവ് എന്നെ അയച്ചത് ഇവളെ സഹായിക്കാനല്ല. My Lord not sent me to help her. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളെ സഹായിക്കാനാണ്. And to find the sheep that has gone astray from the Israelites. യഹൂദ ജാതികളുടെ പല പേരുകളിൽ ഒന്നാണ് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആട്. And the sheep which has gone astray of the Jews is one of the names for the Jewish people. എന്റെ പിതാവ് എന്നെ അയച്ചത് യഹൂദ ജാതിയെ സഹായിക്കാനാണ്. And the Lord sent me to help the Jews, ഇവരെ സഹായിക്കാനല്ല. not to help her. ശിഷ്യന്മാരുടെ അപേക്ഷ കർത്താവ് തള്ളി. And the Lord rejected the request of the disciples. ഇവളെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവളുടെ അപേക്ഷയും തള്ളപ്പെട്ടു. And her request also was rejected along with that. സ്ത്രീയെ നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന ശബ്ദം കേൾക്കുവാൻ ഇവൾക്ക് കൊടുക്കേണ്ടി വന്ന രണ്ടാമത്തെ വില റിജക്ഷൻ, തിരസ്കരണം. And the second price which she had to pay was a rejection, to hear that your desires be fulfilled. അപേക്ഷ തള്ളി. And she was rejected. 4 സുവിശേഷങ്ങൾ നമ്മൾ പഠിച്ചാൽ കർത്താവ് പറഞ്ഞ 38 ഉപമകളുണ്ട്. There are 38 parables in the 4 Gospels. ഈ 38 ഉപമകളിൽ മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി 2 ഉപമകളെ കർത്താവ് പറഞ്ഞുള്ളൂ. And there's 2 parables about praying without ceasing. ഒന്ന് ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കാണുന്ന 3 സ്നേഹിതന്മാരുടെ ഉപമ. And about 3 friends we see in the book of Luke, Gospel of Luke chapter 11. 2 ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ ഭയോ മനുഷ്യനെ ശങ്കയില്ലാത്ത ന്യായാധിപന്റെ മുമ്പിൽ മുട്ടുന്ന വിധവയുടെ ഉപമ. About a widow requesting a judge in the Gospel of Luke chapter 18. ആ 11-ാം അധ്യായത്തിൽ കാണുന്ന ഉപമ
ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ സ്നേഹിതന്റെ വീട്ടിൽ രണ്ടാമത്തെ സ്നേഹിതൻ വന്നു. And the first parable you see, a friend comes into his, another friend comes to his house. ഒന്നാമത്തെ സ്നേഹിതന് രണ്ടാമന് കൊടുക്കുവാൻ വീട്ടിലൊന്നുമില്ല. The first friend has nothing to give the second friend. ഒന്നാമൻ രണ്ടാമനെ വീട്ടിലെത്തി വഴി കൂടി ഓടി ആ വഴി തിരക്കിൽ അവന്റെ ഒരു സ്നേഹിതൻ താമസിക്കുന്നുണ്ട്. അവനാണ് മൂന്നാമത്തെ സ്നേഹിതൻ. And the third friend is the one who stays in the city close by. ഒന്നാമത്തെ സ്നേഹിതൻ മൂന്നാമത്തെ സ്നേഹിതന്റെ വീട്ടിൽ വാതിൽക്കൽ ചെന്ന് മുട്ടാൻ തുടങ്ങി. And the first friend to the third friend and knocked at the door. സ്നേഹിത, നീ എഴുന്നേറ്റ് മൂന്നപ്പം എനിക്ക് വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വീട്ടിൽ വന്നിട്ടുണ്ട്. Give me 3 loaves of bread, as I can borrow 3 loaves of bread from you, because I have a friend to come to my house. അകത്ത് കിടന്നവൻ പെട്ടെന്ന് ചാടി പിടിച്ച് എഴുന്നേറ്റില്ല. And the one inside, sleeping inside, don't get up. ആദ്യം പറഞ്ഞു കുഞ്ഞുങ്ങൾ കൂടെ കിടക്കുന്നു. The first said, my children are sleeping with me. രണ്ടാമത് പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ വയ്യ. Secondly said, I cannot wake up. മൂന്നാമത് പറഞ്ഞു എനിക്ക് കതക് തുറക്കാൻ വയ്യ. And thirdly said, I cannot open the door. നാലാമത് പറഞ്ഞു എന്നെ അസഹ്യപ്പെടുത്തരുത്. And fourthly said, don't trouble me. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനോ പോയില്ല. And even though this was a reply, the other friend did not go away. കാരണം ഇവൻ ആവശ്യബോധക്കാരനാണ് എന്ന സത്യമാണെങ്കിലും, But even though he really requires something, ഇവൻ